ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്. ഇനി വരുന്നത് ഭരണഘടനാ ഭേദഗതികളാണ്. മുഴുവൻ ഭരണഘടനാ ഭേദഗതികളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സിലബസ് അനുസരിച്ച് നോക്കിയാൽ മതി. ഒന്നാം ഭേദഗതി 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്നത്. ഒന്നാം പട്ടിക ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. ഒൻപതാം പട്ടിക ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒന്നാം ഭേദഗതി 1951 ഒൻപതാം പട്ടിക ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വ്യവസ്ഥ ചെയ്തു. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തത് ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951. അടുത്തത് വരുന്നത് ഏഴാം ഭേദഗതി 1956 ഏഴാം ഭരണഘടനാ ഭേദഗതി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതി ഏഴാം ഭേദഗതി 1956. ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് ഏഴാം ഭേദഗതി 1956. ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. അടുത്തത് വരുന്നത് ഒൻപതാം ഭേദഗതി 1960. 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബറുബാറി യൂണിയൻ പശ്ചിമ ബംഗാൾ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ബറുബാറി യൂണിയൻ പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഒൻപതാം ഭേദഗതി 1960. അടുത്തത് പതിനഞ്ചാം ഭേദഗതി 1963. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ആക്കി ഉയർത്തി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ആക്കി ഉയർത്തി. 21ാം ഭേദഗതി 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തി. അപ്പോൾ 8ാം പട്ടികയിൽ 15ാമത്തെ ഭാഷയായിട്ട് സിന്ധി ഉൾപ്പെടുത്തിയത് 21ാം ഭേദഗതി 1967. അടുത്തത് വരുന്നത് 24ാം ഭേദഗതി 1971. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചത് 24ാം ഭേദഗതി 1971. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തത് 24ാം ഭേദഗതിയിലാണ്. അടുത്തത് 26ാം ഭേദഗതി 1971. മുൻ നാട്ടുകാർക്ക് നൽകിയിരുന്ന പ്രിവി പഴ്സ് നിർത്തലാക്കിയത് 26ാം ഭേദഗതിയിലാണ്. 29ാം ഭേദഗതി 1972. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് 29ാം ഭേദഗതി പാസ്സാക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് 29ാം ഭേദഗതി പാസ്സാക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് 29ാം ഭേദഗതിയിലാണ്. 33ാം ഭേദഗതി 1974. MP, MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. MP, MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് 33ാം ഭേദഗതി 1974. 35ാം ഭേദഗതി 1974
സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകി. സിക്കിമിന് അസോസിയേറ്റീവ് സംസ്ഥാനം എന്ന പദവി നൽകിയത് 35-ാം ഭേദഗതി. 36-ാം ഭേദഗതി അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് സംസ്ഥാന പദവി നൽകി. അപ്പോൾ അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് സംസ്ഥാന പദവി നൽകിയത് 36-ാം ഭേദഗതിയും സിക്കിമിന് അസോസിയേറ്റീവ് സ്റ്റേറ്റ് എന്ന പദവി നൽകിയത് 35-ാം ഭേദഗതി. അടുത്തത് 44-ാം ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 44-ാം ഭേദഗതിയിൽ. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്തു. അടുത്തത് 52-ാം ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു. കൂറുമാറ്റ നിരോധന നിയമം എന്ന് അറിയപ്പെടുന്നത് 52-ാം ഭേദഗതി 10-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കൂറുമാറ്റ നിരോധന നിയമം 10-ാം പട്ടികയിൽ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 52-ാം ഭേദഗതി 1985. പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 52-ാം ഭേദഗതി. 52-ാം ഭേദഗതി. അടുത്തത് 56-ാം ഭേദഗതി 1987 ഗോവ ഇന്ത്യയുടെ 25-ാം സംസ്ഥാനമായി. 61-ാം ഭേദഗതി 1988 വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചു. 1989 വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചു. അതിൻ്റെ ഭേദഗതി 61-ാം ഭേദഗതി 1988. 65-ാം ഭേദഗതി 1990 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 65-ാം ഭേദഗതി. ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 നിലവിൽ വന്നു. 69-ാം ഭേദഗതി 1991 ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകിയത് 1992 ആ ഭേദഗതി 69-ാം ഭേദഗതി. 71-ാം ഭേദഗതി 1992 കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം പട്ടിക ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തിയത് 71-ാം ഭേദഗതി 1992. അടുത്തത് 73-ാം ഭേദഗതി 1992 പഞ്ചായത്ത് രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകി. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകി 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം 9-ൽ കൂട്ടിച്ചേർത്തു. 74-ാം ഭേദഗതി 1992 നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നത് 74-ാം ഭേദഗതി. 84-ാം ഭേദഗതി 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 3 പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 84-ാം ഭേദഗതി 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 3 പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തു. 89-ാം ഭേദഗതി 2003 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338A എന്നിങ്ങനെ 2 പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു. അപ്പോൾ 89-ാം ഭേദഗതിയിലാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ചത്. 86-ാം ഭേദഗതി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറ്റി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറ്റി. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു.
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമായി. ആർട്ടിക്കിൾ 45-ൽ ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 51(a)-ൽ ഭേദഗതി വരുത്തി 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇതനുസരിച്ച് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അവസരമൊരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. 91-ാം ഭേദഗതി 2003 കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു എംപിയോ എംഎൽഎയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. 92-ാം ഭേദഗതി 2003 ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എന്നീ 4 ഭാഷകൾ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 93-ാം ഭേദഗതി 2005 സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു. 94-ാം ഭേദഗതി 2006 പുതിയതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 94-ാം ഭേദഗതി 2006. 95-ാം ഭേദഗതി 2009 ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയായി ദീർഘിപ്പിച്ചു. 96-ാം ഭേദഗതി 2011 8-ാം പട്ടികയിൽ ഒറിയ എന്നതിനു പകരം ഒഡിയ എന്നാക്കി മാറ്റി. അപ്പോൾ ഒറിയ എന്നത് ഒഡിയ ആക്കി മാറ്റിയത് 96-ാം ഭേദഗതി 2011. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ ഒറീസ എന്നതിനു പകരം ഒഡീഷ എന്നാക്കി മാറ്റി. 97-ാം ഭേദഗതി 2011 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടു കൂടിയ ഭാഗം 9(b) ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 43(b) കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 19(1)(c) ഭേദഗതി ചെയ്തു. 98-ാം ഭേദഗതി 2012 ആർട്ടിക്കിൾ 371(j) ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ ഗവർണറെ ചുമതലപ്പെടുത്തി. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തി. 99-ാം ഭേദഗതി 2014 ഡിസംബർ 31 നിലവിൽ വന്നു. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയാണിത്. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അടുത്തത് 100-ാം ഭേദഗതി 2015 മെയ് 28 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണിത്. 100-ാം ഭേദഗതി 2015 അംഗീകരിച്ചു. കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. 101-ാം ഭേദഗതി 2016 101-ാം ഭേദഗതിയുടെ പ്രധാന പ്രതിപാദ്യം GST ആണ്. 101-ാം ഭേദഗതിക്ക് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8.
GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 246A. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 279A. 102 ഭേദഗതി 2018. 102 ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. 103 ഭേദഗതി 2019. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി 103 ഭേദഗതി 2019. 104 ഭേദഗതി 2020. ഭരണഘടനയുടെ 104 ഭേദഗതി നിയമനിർമ്മാണ സഭയിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി. ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. 105 ഭേദഗതി 2021. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 105 ഭേദഗതി 2021. അടുത്തത് വുമൺസ് റിസർവേഷൻ ആക്ട് 2023. അപ്പോൾ 106 ഭേദഗതി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 2023 റിസർവ്സ് 1/3 ഓഫ് ഓൾ സീറ്റ്സ് ഫോർ വുമൺ ഇൻ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഇൻക്ലൂഡിംഗ് ദോസ് റിസർവ്ഡ് ഫോർ SC ആൻഡ് STs. അപ്പോൾ 106 ഭേദഗതി 2023 പ്രകാരം 1/3 ഭാഗം സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയിൽ ഇൻക്ലൂഡിംഗ് ടെറിട്ടറി ഡൽഹിയിൽ 1/3 സീറ്റ് വുമൻസിന് വേണ്ടി റിസർവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1. 74 ഭേദഗതി. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30. ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇനി വരുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി 1976 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ചെറു ഭരണഘടന. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലാണ്. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ലോക്സഭയുടെ സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. അപ്പോൾ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5-ൽ നിന്ന് 6 വർഷമായി ഉയർത്തിയത് 42ാം ഭേദഗതി. ഇത് 44ാം ഭേദഗതിയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാം ഭേദഗതിയിലാണ്. 5 വിഷയങ്ങളെ, അത് ഏതൊക്കെയാണെന്ന് ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഈ 42ാം ഭേദഗതി പാസ്സാക്കിയത്? അപ്പോൾ 42ാം ഭേദഗതി പാസ്സാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്.
ഭരണഘടനയുടെ 326 വകുപ്പിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 326 വകുപ്പിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്.